വെൽക്കം ടു ഓൾ. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി വേറെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല ഫ്രം ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂല്. നമുക്ക് എക്സാമിന് EPS ഡൈല്യൂട്ടഡ് EPS വരാറുള്ളൂ. പക്ഷെ എന്നാലും ഇതൊരു തിയറി വരുമോന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, വരില്ല എന്നങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റില്ല. അത് കാരണം നമ്മളിത് കവർ ചെയ്ത് പോവാണ്. എളുപ്പമാണ്. എന്താണ് ആ സ്റ്റാൻഡേർഡ്, ഏതാണ് നമ്പർ എന്നും അത് ഏതാന്നും ഇതാക്കിയാൽ മതി. നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് IAS 8 ആണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8. അത് റിലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് പോളിസീസ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്, എറേഴ്സ്, ഈ 3 കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് കിടക്കുന്നത്, IAS 8 എന്ന് പറയുന്നത്. അതായത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്തിനാന്ന് വെച്ചാ എന്താണ് IAS 8 എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അക്കൗണ്ടിംഗ് പോളിസീസ് ഒരു ഓർഗനൈസേഷന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് IAS 2. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ. പിന്നെ എങ്ങനെയാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്നുള്ളത് ക്രൈറ്റീരിയ. പിന്നെ നമുക്കറിയാം, എന്തായാലും നമ്മൾ അക്കൗണ്ടിംഗ് പോളിസി അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും, ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IAS 8 പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കറക്ഷൻ ഓഫ് എറേഴ്സും, പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും എററുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ IASന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇന്ത്യ AS 8 കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്, പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ്, പിന്നെ എന്തെങ്കിലും അക്കൗണ്ടിങ് എസ്റ്റിമേറ്റുകളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ, പിന്നെ പീരീഡിൽ എന്തെങ്കിലും എറേഴ്സ് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ, അതൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. എന്താണ് അക്കൗണ്ടിംഗ് പോളിസി എന്ന്, എന്താണ് ഇന്ത്യ AS 8 പ്രകാരം അക്കൗണ്ടിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കുറച്ച് സ്പെസിഫിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസസ് അല്ലെങ്കിൽ കൺവെൻഷൻ അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ പ്രാക്ടീസ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾ, ബേസസ്, കൺവെൻഷൻ, റൂൾസ് ആൻഡ് പ്രാക്ടീസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ വരുന്നതാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്. എന്താണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മള് ക്യാരിയിങ് എമൗണ്ട്, ഒരു പീരീഡിലെ അസറ്റ് നമ്മൾ നെക്സ്റ്റ് പീരീഡിലേക്ക് ക്യാരി ചെയ്യുമല്ലോ, ആ ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ക്യാരിയിങ് എമൗണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു പീരിയോഡിക് കൺസംഷൻ ഓഫ് അസറ്റ്, അതിൽ ചേഞ്ച് വരുത്തുക, അപ്പൊ ഡിപ്രീസിയേഷനിലൊക്കെ ചേഞ്ച് വരുത്തുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്. അപ്പൊ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പീരിയോഡിക് കൺസംഷൻ ഓഫ് അസറ്റില് മാറ്റങ്ങൾ വരുത്തുക. അത് മേ ബി നമ്മൾക്ക് വലിയ പുതിയ ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ന്യൂ ഡെവലപ്മെന്റ് നടന്നതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കാം. ഓക്കെ. പിന്നെ വരുന്നതാണ് പീരീഡ് എറർ. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒമിഷൻസോ മിസ്സ്റ്റേറ്റ്മെന്റുകളൊക്കെ മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ചേഞ്ച് ചെയ്യുക, അതായത് അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് റീസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പീരീഡ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പീരീഡ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒമിഷൻസ് ഓർ മിസ്സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ എൻറ്റിറ്റി ഇൻ പ്രീവിയസ് ഇയർ. അത് മേ ബി ഒരു കൊല്ലമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം പീരീഡുകളിലായിരിക്കാം. പിന്നെ വരുന്നതാണ് എന്താണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ അക്കൗണ്ടിംഗ് പോളിസീസ് ട്രാൻസാക്ഷനിലോ ഇവന്റിലോ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്ലൈയിങ് എ ന്യൂ അക്കൗണ്ടിംഗ് പോളിസി ടു ട്രാൻസാക്ഷൻ, അതർ events and condition as if that policy had always been applied.
സാധാരണ അത് ചെയ്ത പോലെ തന്നെ പുതിയ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ട്രാൻസാക്ഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റെക്കഗ്നിഷൻ, മെഷർമെന്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് എമൗണ്ട് ഓഫ് എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതായത് ഇതിനു മുമ്പ് ഒക്വർ ചെയ്യാത്ത ഒരു പീരീഡ് എറർ ഹാഡ് നെവർ ഒക്വേർഡ്, അങ്ങനെ ഒരു എറർ ഒക്വർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യാണ്, അതിന്റെ റെക്കഗ്നിഷനും മെഷർമെന്റും അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ എമൗണ്ടുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ സ്കോപ്പിൽ പറഞ്ഞു സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്ന്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത് AS ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അനുസരിച്ചായിരിക്കണം ഓരോ ട്രാൻസാക്ഷനും നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. ആ ഓരോ ട്രാൻസാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും റൂൾസും നമ്മൾ സ്വീകരിക്കണം. ഇനിയിപ്പോ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് പെർട്ടിക്കുലർ ആയിട്ട് ഒരു റൂള് പറഞ്ഞിട്ടില്ലെങ്കിൽ മാനേജ്മെന്റ് അവരുടെ ജഡ്ജ്മെന്റിനനുസരിച്ച് വേണം അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്യാൻ. പിന്നെ വരുന്നതാണ് കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അതായത് ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഒരു ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്താൽ അതിന്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, അതേ പോളിസി തന്നെ ഫോളോ ചെയ്യണം. ഒരിക്കലും നമ്മൾ ഒരു പീരീഡിൽ ഒരെണ്ണം അഡോപ്റ്റ് ചെയ്തു പിന്നെ ഒരെണ്ണം അഡോപ്റ്റ് ചെയ്തു അങ്ങനെ പാടില്ല. വി ഹാവ് കൺസിസ്റ്റന്റ് ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിങ് പോളിസീസ്. പിന്നെ വരുന്നതാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. ഒരു കമ്പനി ചിലപ്പോ അതിന്റെ അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ചെയ്യും ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് ബിസിനസ് എൻവിറോൺമെന്റ്. ലൈക്ക് നമ്മളെ ഇൻവെന്ററി ഫിഫോലാണ് വാല്യൂ ചെയ്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആദ്യം വന്നത് ആദ്യം പോകുന്നത്. അപ്പൊ ആദ്യം വന്നതിന്റെ പ്രൈസ് ആണ് നമ്മൾ പോണതിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഇൻഫ്ലേഷൻ പീരീഡ് ആണെങ്കിൽ നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കോസ്റ്റിലുള്ള വാല്യൂ കൂടും ചെയ്യും, പ്രൊഡക്ഷനിലേക്ക് പോണത് കുറയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലിഫോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെന്ററി വാല്യൂ എന്ന മെത്തേഡുകളിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അതിന്റെ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒക്കെ എന്താണ്, ചേഞ്ചിങ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അത് നമ്മൾ എപ്പോഴും ചെയ്യണം. അത് ചിലപ്പോ ഇൻ കേസിലൊക്കെ ഇപ്പൊ നമ്മള് ഇൻവെന്ററീസ് വെയ്റ്റഡ് ആവറേജ് വാല്യൂല് വാല്യൂ ചെയ്യാനാണ് പറയുന്നത്. സോ അതെന്താണ്, അത് റിക്വയർമെന്റ് ഓഫ് IAS ആണ്. അപ്പൊ ഫിഫോയിൽ ഫോളോ ചെയ്ത ആൾ അതിലേക്ക് മാറേണ്ടി വരും. അതുപോലെ ഡിപ്രീസിയേഷൻ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് ഫോളോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അക്കൗണ്ടിങ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. പക്ഷെ ഇത് അക്കൗണ്ടിങ് പോളിസീസ് അപ്ലൈ ചെയ്യേണ്ട അങ്ങനെ ഒരു ചേഞ്ചുകളൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പോളിസീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒക്കെ ഷുഡ് ബി ആസ് പെർ ദ IAS റിക്വയർമെന്റ്. അതായത് IASന്റെ സ്പെസിഫിക് ട്രാൻസാക്ഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ചേഞ്ച് ചെയ്യാൻ. പിന്നെ വരുന്നതാണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ഓപ്പണിംഗ് ബാലൻസുകൾ എഫക്ട് ചെയ്യപ്പെടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ഓപ്പണിംഗ് ബാലൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പുതിയൊരു അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ബാലൻസിൽ നടത്തേണ്ടി വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർ ലിമിറ്റഡ് പർച്ചേസ്ഡ് ബിൽഡിംഗ് ഓൺ 1st April 2004. ഇറ്റ് ഈസ് ദ ഓൺലി അസറ്റ് ഇൻ ബിൽഡിംഗ് ക്ലാസ് ഓഫ് ഒരൊറ്റ റീവാലുവേഷൻ മോഡൽ ഫോർ ബിൽഡിംഗ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ദ അക്കൗണ്ടിംഗ് പോളിസി ഫോർ കോസ്റ്റ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, 2004 റീവാലുവേഷൻ മോഡലിലായിരിക്കും അത് വാല്യൂ ഇതുണ്ടാവും. അപ്പോൾ നമ്മള് 2018 അല്ലെങ്കിൽ 2019 ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ബേസിലായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോസ്റ്റ് മോഡൽ ആയിട്ടാണ് ചെയ്യണതെങ്കിൽ ആ കോസ്റ്റ് മോഡൽ വെച്ചിട്ട് നമ്മൾ 2020 ഓപ്പണിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അർത്ഥം. പിന്നെ വരുന്നതാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്.
നമുക്കറിയാം ഒരുപാട് അൺസർട്ടാനിറ്റീസ് നമ്മുടെ ബിസിനസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ ജഡ്ജ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുക ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, കുറെ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. കണ്ടിട്ടില്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അത് എന്താണ്, ചിലപ്പോൾ അത് ഡൗട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബാഡ് അപ്റ്റ് ആവാം. അത് കാരണം നമുക്ക് അതിന് വേണ്ടി ഒരു അൺസർട്ടാനിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇൻവെന്ററി നഷ്ടപ്പെടാനുള്ളതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഫിക്സഡ് അസറ്റിന്റെ ഏകദേശം 10 കൊല്ലം ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്രയും കൊല്ലത്തേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അപ്പൊ അതിനൊക്കെയാണ് എന്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോ ഓരോ എൻവിറോൺമെന്റ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനനുസരിച്ച് ആ എസ്റ്റിമേറ്റുകൾ ചേഞ്ച് ചെയ്യപ്പെടാം. അതും ഈ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്. ഇതൊരു തിയറട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ആ ഒരു രീതിയിൽ എന്നാലും അത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇന്ത് AS 8 എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിംഗ് പോളിസീസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, പീരീഡ് എററുകൾ കറക്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്, അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റുകളിൽ ചേഞ്ച് വരുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ സ്കോപ്പ്. ഇത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.